ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എഡ്യൂപോർട്ടിന്റെ കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്യാമ്പസ് കോട്ടയ്ക്കൽ മിനി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എഡ്യൂപോർട്ടിന്റെ കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്യാമ്പസ് കോട്ടയ്ക്കൽ മിനി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മന്ത്രി വി അബ്ദുറഹ്മാൻ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠനത്തെ എളുപ്പമാക്കാനാണ് എഡ്യൂപോർട്ടുള്ള സംവിധാനങ്ങൾ സഹായിക്കുന്നത്. കേരളം പൊതുവെ വിദ്യാഭ്യാസത്തെ കണ്ടിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ കൾച്ചർ എന്നുള്ളത് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടുക എന്നുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പ്രവർത്തന സജ്ജമായ ക്യാമ്പസിൽ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങൾക്കുള്ള ട്യൂഷൻ ക്ലാസുകളും വിവിധ തരം എൻട്രൻസ് പരിശീലനത്തിനും അവസരമൊരുക്കിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പാറോളി റംല ചടങ്ങിൽ അധ്യക്ഷയായി. മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉപഹാര സമർപ്പണം നടത്തി. അടിസ്ഥാനപരമായി +2 ഒക്കെ കഴിഞ്ഞ് SSLC ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥിനികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു പ്രയാണത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് എഡ്യൂപോർട്ട് എഡ്യൂക്കേഷൻ എന്ന ഈ സ്ഥാപനം നടത്താനും പ്രാവർത്തികമാക്കാനും ഉദ്ദേശിക്കുന്നത്. മഞ്ചേരി NSS കോളേജ് മലയാളം വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ സന്തോഷ് വള്ളിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നാടിൻ്റെ പുരോഗതി നമ്മൾ കണക്കിലെടുക്കുക അവിടുത്തെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളോ ഫാക്ടറികളോ വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും വെച്ചുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ പുരോഗതി നമ്മൾ കണക്കിലെടുക്കേണ്ടത് ആ നാട്ടിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആ നാട്ടിൽ എത്ര വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാംസ്കാരികമായ പുരോഗതി എന്ന് നമ്മൾ ആ നാടിനെ കുറിച്ച് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് കോട്ടയ്ക്കൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർഡ് കൗൺസിലർ OP ഹനീഫ, N പുഷ്പരാജൻ, NK ജയകുമാർ, P സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. എഡ്യൂപോർട്ട് അക്കാദമിക് ഡയറക്ടർ വിജീഷ് M നായർ സ്വാഗതവും ഗ്ലോബൽ എഡ്യൂപോർട്ട് സെന്റർ ഹെഡ് N മുഹമ്മദ് ഷമീൻ നന്ദിയും പറഞ്ഞു. എഡ്യൂപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ ഒരു ഹൈബ്രിഡ് കോച്ചിങ് സെൻറ്റർ ഞങ്ങൾ ഇന്ന് കോട്ടയ്ക്കൽ ആരംഭിക്കുകയാണ്. 2020 കോവിഡ് സമയത്ത് ഒരു പേഴ്സണൽ ട്യൂഷൻ ഞങ്ങൾ ഫൗണ്ടറായ ജാസ് ഒരു പേഴ്സണൽ ട്യൂഷനായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട EdTech കമ്പനിയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം 70,000-ഓളം കുട്ടികൾ ഞങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, മീഡിയ വിഷൻ.